നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. UDF സർക്കാരിനെ പുകഴ്ത്തി രംഗത്തെത്തിയിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. പ്രത്യേകിച്ചും അദ്ദേഹം രമേശ് ചെന്നിത്തലയെയും ആഭ്യന്തര വകുപ്പിനെയുമാണ് പുകഴ്ത്തിയിരിക്കുന്നത്. ആഭ്യന്തര വകുപ്പ് ലഹരിക്കെതിരെ നടത്തുന്ന പ്രത്യേക ക്യാമ്പയിൻ ഓപ്പറേഷൻ തൂഫാനെയാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പുകഴ്ത്തി രംഗത്തെത്തിയിരിക്കുന്നത്. സമൂഹത്തോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ നന്മയാണ് ഈ ആഭ്യന്തര വകുപ്പിൻ്റെ ഓപ്പറേഷൻ തൂഫാൻ എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരിക്കുന്നത്. യോഗനാഥത്തിൽ എഴുതിയ ലേഖനത്തിലാണ് രമേശ് ചെന്നിത്തലയെയും ആഭ്യന്തര വകുപ്പിനെയും പുകഴ്ത്തിക്കൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തിയത്. അതായത് ഓപ്പറേഷൻ തൂഫാൻ ലഹരിക്കെതിരായിട്ടുള്ള ഒരു വലിയ പോരാട്ടമാണ്. സമൂഹത്തിൽ കോവിഡിന് ശേഷം ഏറ്റവും അധികം സമൂഹത്തെ വിഷമത്തിലാക്കുന്ന ഒരു കാര്യമാണ് ലഹരിയുടെ അതിവ്യാപനം. സ്കൂൾ കുട്ടികളെ പോലും ലക്ഷ്യമിട്ടുകൊണ്ട് സംസ്ഥാനത്ത് ലഹരി വിൽപ്പന നടത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ലഹരിക്കെതിരെ ഈ സംസ്ഥാന സർക്കാർ, അതായത് പുതിയ UDF സർക്കാർ വലിയ പോരാട്ടം ആരംഭിച്ചത്. ഈ പോരാട്ടത്തെയാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പുകഴ്ത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഓപ്പറേഷൻ തൂഫാൻ സമൂഹത്തോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യമാണെന്നും പക്ഷേ ഇത് പുത്തനച്ചി പുരപ്പുറം തൂക്കുന്നത് പോലെ ആകരുത് എന്നും ഒരു മുന്നറിയിപ്പും അദ്ദേഹം ഇതിൽ നൽകിയിട്ടുണ്ട്. അതായത് പുതിയ സർക്കാരാണ്, പുതിയ സർക്കാർ വന്നതിൻ്റെ ആദ്യ നാളുകളാണ്. ആ ആദ്യ നാളുകളിലെ ചില കാര്യങ്ങൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ചില കാര്യങ്ങളായി മാറരുത്. ഇത് നിരന്തരം ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ടുള്ള ലഹരിയെ ഈ സമൂഹത്തിൽ നിന്നും ഇല്ലാതാക്കാനുള്ള പ്രവർത്തനങ്ങൾ ഈ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്ന ഒരു സന്ദേശമാണ് യോഗനാഥത്തിൽ എഴുതിയ ലേഖനത്തിൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരിക്കുന്നത്. വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ അഭിനന്ദനം അർഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷേ പുത്തനച്ചി പുരപ്പുറം തൂക്കുന്നത് പോലെ ആകരുത് എന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകിയിട്ടുണ്ട്. SNDP യോഗത്തിന്റെ മുഖപത്രമായ യോഗനാഥത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. കേരളം നേരിടുന്ന അസാധാരണവും അതീവ ഗുരുതരവുമായ വെല്ലുവിളികളിൽ ഒന്നാണ് ലഹരി മരുന്നു ഭീഷണി. വിദ്യാർത്ഥികളും യുവജനതയും ആൺ പെൺ വ്യത്യാസമില്ലാതെ ഈയാംപാറ്റകളെ പോലെ ലഹരിയുടെ മാരക വലയത്തിൽ അകപ്പെടുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ആ വിപത്തുമായി ബന്ധപ്പെട്ട മാധ്യമ വാർത്തകൾ കണ്ട് മാതാപിതാക്കൾക്ക് ഇപ്പോൾ നെഞ്ചിൽ തീയാണ് എന്നും ലേഖനം പറയുന്നുണ്ട്. ഇത് തിരിച്ചറിഞ്ഞാകണം സംസ്ഥാനത്ത് ചുമതലയേറ്റ VD സതീശൻ സർക്കാരിലെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ലഹരി മാഫിയയെ അടിച്ചൊതുക്കാൻ ഓപ്പറേഷൻ തൂഫാൻ എന്ന പദ്ധതി പ്രഖ്യാപിച്ചത്. ഇത് എന്തായാലും നല്ല കാര്യമായി ജനങ്ങൾ ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത്. ഓപ്പറേഷൻ തൂഫാനിൽ വലിയ പ്രതീക്ഷ ഇപ്പോൾ ജനങ്ങൾ വയ്ക്കുന്നുണ്ട്. കോവിഡ് മഹാവ്യാധിക്ക് ശേഷമാണ് മറ്റൊരു മഹാവ്യാധിയെ പോലെ ഒരു തലമുറയെ ഇല്ലാതാക്കുന്ന തലത്തിലേക്ക് ലഹരി ഭീഷണി കേരളത്തിൽ വർദ്ധിച്ചത് എന്നും ലേഖനത്തിൽ പറയുന്നുണ്ട്. ഈ നാട്ടിൻപുറങ്ങളിൽ വരെ ലഹരി മാഫിയ അഴിഞ്ഞാടുകയാണ്. സമർത്ഥരായ വിദ്യാർത്ഥികളെയും യുവാക്കളെയും ലഹരി കെണികളിൽപ്പെടുത്തി മയക്കുമരുന്നിന് അടിമയാക്കി സാമ്പത്തിക ലാഭം കൊയ്യുന്ന അന്തർദേശീയ ബന്ധമുള്ള സംഘങ്ങളാണ് ഇതിന് പിന്നിൽ എന്നും ലേഖനം പറയുന്നുണ്ട്. പുതിയ തലമുറയുടെ സ്വതന്ത്ര ജീവിത സ്വപ്നങ്ങളെ ചൂഷണം ചെയ്യാൻ ഇവർക്ക് എളുപ്പമാണ്. പോലീസിൻ്റെയും എക്സൈസിൻ്റെയും പിടിയിലകപ്പെടുന്ന പെൺകുട്ടികളുടെയും യുവാക്കളുടെയും പശ്ചാത്തലം അമ്പരപ്പിക്കുന്നതാണ് എന്നും ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതിൽ സന്തോഷമുണ്ട് എന്ന് വെള്ളാപ്പള്ളി നടേശൻ അറിയിക്കുന്നു. ഇതിന് മുൻകൈയെടുത്ത സർക്കാരിന് അഭിനന്ദനം എന്നും പറയുന്നുണ്ട്. സർക്കാരിനൊപ്പം അണിനിരക്കാൻ SNDP യോഗം പ്രവർത്തകരും തയ്യാറാണ്. മറ്റ് സാംസ്കാരിക സാമൂഹിക സംഘടനകളും രാഷ്ട്രീയവും വിയോജിപ്പും മറന്ന് ഓപ്പറേഷൻ തൂഫാനോടൊപ്പം ചേരണം. ഒരു തലമുറയുടെ രക്ഷയ്ക്കായി ഒന്നിച്ചു നിന്ന് കൈകോർക്കാമെന്നും വെള്ളാപ്പള്ളി ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്. വെള്ളാപ്പള്ളിയുടെ ഈ ലേഖനം രാഷ്ട്രീയമായി ഒരു വലിയ സൂചനയാണ് നൽകുന്നത്. കാരണം UDF സർക്കാർ വരുന്നതിന് മുമ്പ്, അതായത് LDF സർക്കാരിൻ്റെ അവസാന നാളുകളിൽ LDF സർക്കാർ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തുണ്ടായിരുന്നപ്പോൾ UDFനെതിരെ അതിശക്തമായ വിമർശനം ഉന്നയിച്ച വ്യക്തിയാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. കാരണം അദ്ദേഹം അന്ന് LDFനോടൊപ്പം ഉറച്ചു നിന്നു. പിണറായി സർക്കാർ വീണ്ടും വരുമെന്നും മൂന്നാം പിണറായി വിജയൻ സർക്കാർ തന്നെ കേരളത്തിൽ വീണ്ടും അധികാരത്തിൽ വരുമെന്നും വളരെ കൃത്യമായി പറഞ്ഞ വ്യക്തിയാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ. മാത്രമല്ല, ഇന്നത്തെ മുഖ്യമന്ത്രി, അന്നത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ വലിയ രീതിയിൽ വ്യക്തിപരമായ കടന്നാക്രമണം പോലും വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിരുന്നു. VD സതീശന് ധാർഷ്ട്യമാണെന്നും VD സതീശനും മുസ്ലിം ലീഗും തമ്മിൽ വലിയ കൂട്ടുകെട്ടാണെന്നും ഈ കോൺഗ്രസ് അല്ലെങ്കിൽ UDF അധികാരത്തിൽ വന്നാൽ കേരളം ഭരിക്കുന്നത് മുസ്ലിം ലീഗ് ആയിരിക്കുമെന്നുമൊക്കെ അന്ന് വളരെ രൂക്ഷമായ പ്രതികരണം വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിരുന്നു. മാത്രമല്ല, അദ്ദേഹം ഈ NSSുമായി കൈകോർക്കാനും രണ്ട് സംഘടനകളും
LDF-നൊപ്പം നിൽക്കാനും ഒക്കെ തീരുമാനിച്ചിരുന്നതാണ്. എന്തോ ഒരു രാഷ്ട്രീയ സമവാക്യം ആ കാലഘട്ടത്തിൽ രൂപപ്പെട്ടതാണ്. SNDP യോഗം ജനറൽ സെക്രട്ടറിയും അതുപോലെ തന്നെ NSSൻ്റെ ജനറൽ സെക്രട്ടറിയും എല്ലാം ഏതാണ്ട് ഒരേ ശബ്ദത്തിൽ സംസാരിക്കുന്നത് നമ്മൾ കണ്ടു. പിണറായി വിജയൻ സർക്കാർ തന്നെ വരും, ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും LDF-ന് തിരിച്ചടിയേറ്റു, വലിയ തിരിച്ചടിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF-ന് പറ്റിയത്. എന്നിട്ട് പോലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും കാര്യങ്ങളൊക്കെ മാറി മറിയുമെന്നും LDF തന്നെ വീണ്ടും അധികാരത്തിൽ വരുമെന്നുമാണ് വെള്ളാപ്പള്ളി നടേശൻ കണക്ക് കൂട്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ തമ്മിലടിയായിരിക്കും UDF അധികാരത്തിൽ വന്നാൽ. മാത്രമല്ല ഭരണം നടത്തുന്നത് മുസ്ലിം ലീഗായിരിക്കുമെന്ന അതിരൂക്ഷമായ വിമർശനം അന്ന് ആ ഘട്ടത്തിൽ വെള്ളാപ്പള്ളി നടേശൻ നടത്തി. മാത്രമല്ല പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ, അന്നത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച വ്യക്തി കൂടിയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് വെള്ളാപ്പള്ളി നടേശൻ. എന്നാൽ അതിനുശേഷം തെരഞ്ഞെടുപ്പ് നടക്കുന്നു, സംസ്ഥാനത്ത് വലിയൊരു രാഷ്ട്രീയ മാറ്റമുണ്ടാകുന്നു, ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്നു, LDF പ്രതിപക്ഷത്തേക്ക് പോകുന്നു, 100-ലധികം സീറ്റുകൾ നേടി UDF അധികാരത്തിൽ വരുന്നു. ഈ വാക്യമാണ് ഈ വെള്ളാപ്പള്ളി നടേശനും അതുപോലെ തന്നെ VD സതീശനും തമ്മിൽ കൊമ്പ് കോർക്കാൻ ഇടയാക്കിയത് എന്ന് നമ്മൾ ഓർക്കണം. 100-ലധികം സീറ്റുകൾ നേടി അധികാരത്തിൽ UDF തിരിച്ചെത്തുമെന്ന് VD സതീശൻ പറഞ്ഞപ്പോൾ അത് അതിമോഹമാണ് എന്നാണ് അന്ന് ഈ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അതിന് മറുപടിയായി വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനയ്ക്ക് മറുപടിയായി അതേ അർത്ഥത്തിൽ അതേ രീതിയിൽ VD സതീശൻ മറുപടി പറഞ്ഞില്ല. പക്ഷേ അദ്ദേഹം 100-ലധികം സീറ്റുകൾ നേടിയില്ല എങ്കിൽ, UDF മാന്യമായ വിജയം നേടിയില്ല എങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്നൊരു പ്രസ്താവന VD സതീശൻ നടത്തിയിരുന്നു. ആ പ്രസ്താവന സത്യത്തിൽ കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായ ഒരു പ്രസ്താവനയായിരുന്നു. VD സതീശന് പിന്നീട് ഈ MLA-മാരുടെ പിന്തുണ, പാർട്ടിയിലെ സീനിയോറിറ്റി ഇതെല്ലാം മറികടന്നുകൊണ്ട് VD സതീശൻ്റെ കയ്യിലേക്ക് മുഖ്യമന്ത്രി പദം വരാൻ കാരണമായ ഒരു പ്രസ്താവന കൂടിയായിരുന്നു. അന്ന് VD സതീശൻ പറഞ്ഞതുപോലെ തന്നെ പിന്നീട് 100-ലധികം സീറ്റുകൾ നേടി UDF അധികാരത്തിൽ വരുന്നു. ഇതോടുകൂടിയാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി നിലപാട് മാറ്റി തുടങ്ങിയത്. അധികാരത്തിൽ വന്നതിന് തൊട്ടു പിന്നാലെ, അതായത് VD സതീശൻ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റതിന് തൊട്ടു പിന്നാലെ വെള്ളാപ്പള്ളി നടേശൻ്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിച്ചിരുന്നു. അതിനുശേഷമാണ് രണ്ട് പാർട്ടികളും തമ്മിലുള്ള മഞ്ഞുരുകിയത്, രണ്ട് സംഘടനകളും തമ്മിലുള്ള മഞ്ഞുരുകിയത് എന്നാണ് സൂചന. അതിനുശേഷം SNDP യോഗമോ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശനോ VD സതീശനോ മുഖ്യമന്ത്രിക്കോ എതിരെ വലിയ വിമർശനങ്ങളൊന്നും നടത്തിയിരുന്നില്ല. സമാനമായ രീതിയിൽ മുഖ്യമന്ത്രിയെ കാണാൻ NSSും ശ്രമം നടത്തിയിരുന്നു. എന്നാൽ 2 തവണയും VD സതീശൻ ഈ അനുമതി നിഷേധിക്കുകയായിരുന്നു എന്നാണ് NSS ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ VD സതീശൻ ഇപ്പോഴും ധാർഷ്ട്യമാണ് എന്നാണ് NSS അതിരൂക്ഷമായി പ്രതികരിച്ചത്. എന്തായാലും NSSും SNDP യോഗവും തിരഞ്ഞെടുപ്പ് കാലത്ത് LDF-നോടൊപ്പമായിരുന്നു. SNDP യോഗം അതിനകത്ത് ചില റിപ്പയർ നടത്തുന്നു, ഡാമേജ് കൺട്രോൾ നടത്തുന്നു. അവിടെ തുഷാർ വെള്ളാപ്പള്ളിയും മുഖ്യമന്ത്രി VD സതീശനുമായിട്ടുള്ള കൂടിക്കാഴ്ച നടക്കുന്നു. പക്ഷേ NSSൻ്റെ നേതൃത്വത്തിന് ഇതുവരെയും മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താൻ സാധിച്ചിട്ടില്ല എന്നൊരു സാഹചര്യവുമുണ്ട്. എന്തായാലും രാഷ്ട്രീയ സമവാക്യങ്ങൾ അത് മാറി മറിയുകയാണ്. സർക്കാരിന് പിന്തുണയുമായി രംഗത്തെത്തുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ എന്ന ആഭ്യന്തര വകുപ്പിൻ്റെ പദ്ധതിയെ പുകഴ്ത്തിക്കൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തിയിരിക്കുന്നത്.